Hi all, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DHA pharmacist എക്സാമിന്റെ റീസെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് ഹാസ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ഡയസിപാം ഫോർ 5 days ഫ്രം എ ഡോക്ടർ ഇൻ റിയാദ്. He returned after 2 days without filling the prescription, and now on the third day he comes to fill it in Dammam. What do you do? A. Give him only 3 days worth. B. Give him the full quantity. C. Refuse to give it to him and tell him to get it from Riyadh. D. Ask him to call the doctor to rewrite the prescription for your pharmacy. ഓക്കെ, അപ്പൊ ഇവിടെ ഡയസിപ്പാം 5 ഡേയ്സിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. 2 ദിവസത്തിന് ശേഷം ആ പേഷ്യന്റ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് തേർഡ് ഡേ ആണ് അത് മെഡിസിൻസ് വാങ്ങാൻ വേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത് റിയാദിൽ നിന്നാണ്. ആള് മെഡിസിൻ വാങ്ങാൻ ചെന്നിട്ടുള്ളത് ദമാമിലാണ്. അപ്പൊ ഇത് 2 പ്ലേസ് എന്ന് പറയുന്നത് സൗദിയിലുള്ള പ്ലേസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ബാക്കി 2 ദിവസത്തേക്ക് 5 ഡേയ്സിന് കൊടുത്ത ആ ഒരു ഡ്രഗ്, അതിന്റെ ഡയസിപ്പാമിന് 5 ഡേയ്സ് കൊടുത്തത്, ആ 2 ദിവസത്തേക്കുള്ളത് നമ്മൾ കൊടുക്കുന്നില്ല. ബാക്കി 3 ദിവസത്തേക്കുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡയസിപ്പാം നമുക്ക് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ 7 ഡേയ്സ് വാലിഡ് ആണ്. അപ്പൊ അതിൽ ഇപ്പൊ നമുക്ക് 5 ഡേയ്സ് ആണ് ആ ഒരു ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 2 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിട്ട്, തേർഡ് ഡേ ആണ് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ആ ഒരു പേഷ്യന്റ് വന്നിട്ടുള്ളത്. അപ്പൊ അത് കാരണം നമുക്ക് ആ ഒരു തേർഡ് ഡേ മുതലുള്ള ദിവസത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ തേർഡ് ഡേ മുതൽ നമുക്ക് ബാക്കി 3 ഡേയ്സിനുള്ള ആ ഒരു ഡ്രഗ് മാത്രമേ നമുക്ക് ആ ഒരു പേഷ്യന്റിന് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഫുൾ ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഓൾറെഡി 2 ഡേയ്സ് കഴിഞ്ഞതാണ്. ബാക്കി 3 ഡേയ്സിനുള്ളതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following anti-Parkinsonian drug is contraindicated in patients with liver failure due to the risk of hepatotoxicity? A. Entacapone. B. Levodopa. C. Rasagiline. D. Tolcapone. അപ്പൊ ഇതില് ലിവർ ഡിസീസ് ഉള്ള, ലിവർ ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് ഹെപ്പാറ്റോടോക്സിസിറ്റി റിസ്ക് കാരണം കൊണ്ട് കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ടോൾകാപ്പോൺ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ടോൾകാപ്പോൺ എന്ന് പറയുന്നത് കോംപ്റ്റ് ഇൻഹിബിറ്റർ ആണ്. കാറ്റക്കോൾ ഓ മീഥൈൽ ട്രാൻസ്ഫറേസ് ഇൻഹിബിറ്റർ ആണ് ടോൾകാപ്പോൺ എന്ന് പറയുന്നത്. അതിന് ഹെപ്പാറ്റോടോക്സിസിറ്റി റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലിവർ ഫെയിലിയർ, ലിവർ ഡാമേജ് ഒക്കെ ഉള്ള പേഷ്യൻസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഡ്രഗ് കോംപ്റ്റ് ഇൻഹിബിറ്റേഴ്സ് ഒക്കെ എടുക്കുന്നവരിൽ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ടോൾകാപ്പോൺ ഒക്കെ എടുക്കുന്ന പേഷ്യൻസിന്. ഇതിൽ നമുക്ക് ഓപ്ഷൻ എ എൻഡാകാപ്പോണും ഈ സെയിം കോംപ്റ്റ് ഇൻഹിബിറ്ററിൽ വരുന്നത് തന്നെയാണ്. പക്ഷെ ഈ ടോൾകാപ്പോണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹെപ്പാറ്റോടോക്സിസിറ്റി റിസ്ക് കുറവാണ് എൻഡാകാപ്പോൺ ഡ്രഗിന് വരുന്നത്. പിന്നെ ലീവോഡോപ്പ, റാസൈക്ലിൻ, ഇതിന് രണ്ടിനും ഹെപ്പാറ്റോടോക്സിസിറ്റി സൈഡ് എഫക്ട്സ് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ടോൾകാപ്പോൺ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് പ്രസന്റഡ് ഇൻ ദ ഫാർമസി ബിഹേവിംഗ് വെരി റൂഡ്, not following the rules. He cannot stand in the line and need the medicine first. His history show that he has symptoms like apathy, aggression, agitation, etc. and a particular part of brain has been damaged. Which part of the brain is damaged according to his symptoms? A. Frontal. B. Parietal. C. Amygdala. And D. Limbic. ഇവിടെ ഈ സിംറ്റംസ് കാര്യങ്ങളൊക്കെ അപ്പതി, അഗ്രഷൻ, അജിറ്റേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ, പിന്നെ പേഷ്യന്റ് ഭയങ്കര റൂഡാണ്, റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, മെഡിസിൻസ് എല്ലാം ഫസ്റ്റ് വേണം, ഇതൊക്കെ ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു ബിഹേവിയർ ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പൊ ഇത് ആ ഏത് പോർഷൻ, ഏത് പാർട്ട് ഓഫ് ബ്രെയിനിൽ ഡാമേജ് വന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഈ ബിഹേവിയേഴ്സ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫ്രോണ്ടൽ ആണ്. ഈ ഫ്രണ്ടൽ ലോബ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സിംറ്റംസ്, ഈ പറഞ്ഞിട്ടുള്ള ബിഹേവിയറൽ സിംറ്റംസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ബേസ് ചെയ്ത് വരുന്നത് ഈ ഫ്രണ്ടൽ ലോബ് ഡാമേജ് കാരണം കൊണ്ടാണ്. പാരിറ്റൽ ലോബ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെൻസറി പ്രോസസ്സിംഗ് ഒക്കെയാണ് മെയിൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അമിഗ്ഡാല എന്ന് പറയുമ്പോൾ ഫിയർ ആൻഡ് ഇമോഷൻസ് ആണ്. ലാസ്റ്റ് ലിംബിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇമോഷൻസ്, മെമ്മറി കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാണ് വരുന്നത്. ഈ ഒരു ബിഹേവിയറൽ റെഗുലേഷൻ ചേഞ്ചസ് വരുന്നതൊക്കെ മെയിൻ ആയിട്ട് ഈ ഒരു ഫ്രോണ്ടൽ ലോബിൽ ഡാമേജ് വരുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next question, adalimumab is classified as which type of monoclonal antibody based on its structure and source? Option A, chimeric monoclonal antibody. B, murine monoclonal antibody. C, human monoclonal antibody.
ആൻഡ് ഓപ്ഷൻ ഡി ഹ്യൂമനൈസ്ഡ് മോണോക്ലോണൽ ആന്റിബോഡി. അപ്പൊ അഡാലിമുമാബ് എന്ന് പറയുന്നത് ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡി ആണ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഓപ്ഷനിൽ കണ്ടതുപോലെ മ്യൂറൈൻ ഉണ്ട്, കൈമറിക് ഉണ്ട്, ഹ്യൂമനൈസ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ ഹ്യൂമൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ മോണോക്ലോണൽ ആന്റിബോഡീസിൽ ഒമാബിൽ ലാസ്റ്റ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് മ്യൂറൈൻ മോണോക്ലോണൽ ആന്റിബോഡി ആണ്. നമുക്ക് എൻറ്റയർലി മൗസ് ഒറിജിൻ ആണ് അതിന് വരുന്നത്. പിന്നെ കൈമറിക് ആണെന്നുണ്ടെങ്കിൽ സിമാബിലായിരിക്കും എൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഹ്യൂമൻ പ്ലസ് മ്യൂറൈൻ സോഴ്സ് ആണ് കൈമറിക്കിന് വരുന്നത്. ഹ്യൂമനൈസ്ഡ് എന്ന് പറയുമ്പോൾ സുമാബിലാണ് എൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് പിന്നെ ലാസ്റ്റ് വരുന്നത് ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡി ആണ്. ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡി എന്ന് പറയുമ്പോൾ ഉമാബിലാണ്. ഇപ്പൊ അഡാലിമുമാബ് എന്ന് പറയുമ്പോൾ ഉമാബിലാണ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡി ആണ് പറയുന്നത്. അപ്പൊ ഈ ഒമാബ്, സിമാബ്, സുമാബ്, ഉമാബ് അതിന്റെ ആ ഒരു ലാസ്റ്റ് പോർഷൻസ്, ഓരോ മോണോക്ലോണൽ ആന്റിബോഡിന്റെ നെയിമിന്റെ ലാസ്റ്റ് പോർഷൻസ് നോക്കിയാൽ നമുക്ക് ഏതാണ് അതിന്റെ സോഴ്സ് എന്നുള്ളത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അഡാലിമുമാബ് എന്ന് പറയുന്നത് ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഷ്യന്റ് വിത്ത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്, hypertension, heart failure, taking metoprolol, furosemide and valsartan, experiences edema and shortness in breath in rest and exertion. What to do? A. Increase furosemide. B. Discontinue metoprolol. C. No treatment or no change is required. ഡി ആഡ് സ്റ്റാറ്റിൻസ്. അപ്പോൾ ഡയബറ്റിസ് ഉള്ള പേഷ്യന്റ് ആണ്, ഹൈപ്പർ ടെൻഷൻ, അതേപോലെ ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യന്റ് മെറ്റപ്രലോളും ഫ്യൂറോസിമൈഡും വാൽസാർട്ടനും ഒക്കെയാണ് എടുക്കുന്നത്. എഡിമ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് കാര്യങ്ങളൊക്കെ റെസ്റ്റിലെല്ലാം പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ ഈ ഒരു പേഷ്യന്റിന് ഈ എഡിമ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് ഹാർട്ട് ഫെയിലിയർ കണ്ടീഷൻ വേഴ്സൺ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ എഡിമ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഫ്യൂറോസിമൈഡ് ഡയോററ്റിക് ഡ്രഗിന്റെ ഡോസ് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ഡയോററ്റിക്കിന്റെ ആ ഒരു ഡയോററ്റിക് തെറാപ്പി ഒപ്റ്റിമൈസ് ചെയ്യുക. അതിന്റെ ഡോസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു എഡിമ കണ്ടീഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഡിസ്കണ്ടിന്യൂ മെറ്റപ്രലോൾ എന്ന് പറയുമ്പോൾ മെറ്റപ്രലോൾ നമുക്ക് ആ ഒരു ഹാർട്ട് ഫെയിലിയർ കണ്ടീഷനിൽ നമുക്ക് നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നോ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നോ ചേഞ്ച് റിക്വയർഡ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വരുന്നത് നമുക്ക് അത് കൺട്രോൾ ചെയ്യണം. പിന്നെ സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് കണ്ടീഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫ്യൂറോസിമൈഡ് ഡയോററ്റിക് ഡ്രഗിന്റെ ഡോസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അക്യുമുലേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്രിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ്സ് doxorubicin and paclitaxel, which are classified as hazardous drug. USB chapter provides standard 800, C USP 795, D USP 1075. അപ്പൊ ഹസാർഡസ് ഡ്രഗ് ഇപ്പൊ ഈ ഡോക്സറോബിസിൻ, പാക്ലിറ്റാക്സൽ, കീമോതെറാപ്പി ഡ്രഗ്സ് ഒക്കെ ഹസാർഡസ് ഡ്രഗ് ആണ്. ഹസാർഡസ് ഡ്രഗ്സിന്റെ സേഫ് ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് USP ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി USP 800 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ഓപ്ഷൻ എ USP 797 എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റെറൈൽ കോമ്പൗണ്ടിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. USP 795 എന്ന് പറയുമ്പോൾ നോൺ സ്റ്റെറൈൽ കോമ്പൗണ്ടിങ് റിലേറ്റഡ് ആണ്. 1095 എന്ന് പറയുമ്പോൾ ക്വാളിറ്റി അഷുറൻസിന് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹസാർഡസ് ഡ്രഗ്സിന്റെ ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ USP 800 include ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 58-year-old male present with chest pain that is relieved by sublingual nitroglycerin. His resting ECG show no abnormalities. However, during a stress ECG, he develops ST segment depression and T-wave inversions. Which of the following is the most likely diagnosis? A. Pulmonary embolism. B. Stable angina. C. STEMI, ST elevation myocardial infarction. D. non-ST elevation മയോകാർഡിയൽ ഇൻഫെക്ഷൻ ഓർ എൻസ്റ്റെമി. ഓക്കെ, അപ്പോൾ പേഷ്യന്റിന് ചെസ്റ്റ് പെയിൻ ഉണ്ട്, സബ്ലിംഗൽ നൈട്രോഗ്ലിസറിൻ എടുക്കുന്ന സമയത്ത് ആ ചെസ്റ്റ് പെയിൻ മാറുന്നുണ്ട്. റെസ്റ്റിംഗ് ECGയിൽ അവിടെ അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല. സ്ട്രെസ് ECGയിൽ ST സെഗ്മെന്റ് ഡിപ്രഷനും T-wave ഇൻവേഷൻസും കാണിക്കുന്നുണ്ട്. ഇത്രയും കണ്ടീഷൻസ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് അതിന്റെ ഡയഗ്നോസിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി
സ്റ്റേബിൾ ആൻജൈനയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നൈട്രോഗ്ലിസറിൻ എടുക്കുമ്പോൾ ചെസ്റ്റ് പെയിൻ മാറുന്നുണ്ട്, അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഇ സി ജിയിൽ അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെ അത് സ്റ്റേബിൾ ആൻജൈന ആയിട്ടാണ് കണ്ടീഷൻ പറയുന്നത്. പൾമിനറി എംബോളിസോ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് കാര്യങ്ങൾ, ചെസ്റ്റ് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും ഈ ഒരു കണ്ടീഷനിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്, സ്റ്റെമി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈട്രോഗ്ലിസറിൻ എടുക്കുന്ന സമയത്ത് അവിടെ ആ ഒരു പെയിന് കുറയുന്നുണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് റെസ്റ്റിംഗ് ടൈമിലും അവിടെ ST എലിവേഷൻസ് കാര്യങ്ങളൊക്കെ കോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് റെസ്റ്റിംഗ് ടൈമിൽ ECGയിൽ അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല, പക്ഷേ സ്റ്റെമി ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റിംഗ് ടൈമിലും അവിടെ അബ്നോർമാലിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ എൻസ്റ്റെമി ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ റെസ്റ്റിംഗ് ടൈമിലും അവിടെ ആ ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കാർഡിയാക് ബയോമാർക്കേഴ്സ് കാര്യങ്ങളൊക്കെ എലിവേറ്റഡ് ആയിരിക്കും, അതായത് ട്രോപ്പോണിൻ ലെവലൊക്കെ അവിടെ കൂടിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതൊന്നും ഈ ഒരു കണ്ടീഷനിൽ പറഞ്ഞിട്ടില്ല. സ്റ്റേബിൾ ആൻജൈന എന്ന് പറയുമ്പോൾ നമുക്ക് റെസ്റ്റിംഗ് ECG അബ്നോർമാലിറ്റീസ് ഒന്നും കാണിക്കുന്നുണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ നൈട്രോഗ്ലിസറിൻ എടുക്കുന്ന സമയത്ത് ആ ചെസ്റ്റ് പെയിന് കുറയുന്നുണ്ടായിരിക്കും, കൺട്രോൾ ആവുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കേഷൻ ഈസ് യൂഷ്വലി ടേക്കൺ ഇൻ ദ മോർണിംഗ് ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് ഇൻസോംനിയ ആസ് ആൻ അഡ്വേഴ്സ് എഫക്ട്? A. സിട്രസിൻ, B. പ്രെഡ്നിസോളോൺ, C. ആസ്പിരിൻ, D. മെറ്റ്ഫോമിൻ. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്രെഡ്നിസോളോൺ ആണ്. പ്രെഡ്നിസോളോൺ കോർട്ടിക്കോസ്റ്റെറോയിഡ് ആണ്. അതിന്റെ കോമൺ സൈഡ് എഫക്റ്റ് ആണ് ഇൻസോംനിയ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ് ഒക്കെ കോസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രെഡ്നിസോളോൺ എടുക്കുന്ന സമയത്ത്. നമ്മുടെ CNSനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നോർമൽ സർക്കാഡിയൻ സൈക്കിൾ, നോർമൽ സർക്കാഡിയൻ റിതത്തിന് അവിടെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കത് ലേറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് മോർണിംഗ് ടൈം ആണ് നമുക്ക് ഈ ഒരു കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് പ്രെഡ്നിസോളോൺ ഒക്കെ എടുക്കാൻ മോസ്റ്റ് റെക്കമെൻഡഡ് ടൈം പറയുന്നത്. ഓക്കെ, മോർണിംഗ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ഇൻസോംനിയ കണ്ടീഷൻസ് വരില്ല. ലേറ്റ് ആയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ CNSനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സർക്കാഡിയൻ റിതം, നോർമൽ സർക്കാഡിയൻ റിതത്തിന് അവിടെ ഡിസ്ട്രപ്ഷൻ വരുന്നത് കാരണം കൊണ്ട് ഇൻസോംനിയ കണ്ടീഷൻസ് കോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ നമുക്ക് പ്രെഡ്നിസോളോൺ ഒക്കെ മോർണിംഗിൽ എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് data box? A. regulate protein synthesis. B. type of DNA promoter sequence specifying where transcription begins. C. translate DNA to RNA. D. bind to ribosomes. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ടൈപ്പ് ഓഫ് DNA പ്രൊമോട്ടർ സീക്വൻസ് സ്പെസിഫൈങ് വേർ ട്രാൻസ്ക്രിപ്ഷൻ ബിഗിൻസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈ ഡാറ്റാ ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ആണ് നമുക്ക് ഈ ഒരു ഡാറ്റാ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, the data box is a DNA promoter sequence found about 25 to 35 base pair upstream of the transcription start site in eukaryotic gene, and its primary function is to guide RNA polymerase II and associated transcription factors to the correct start site of the ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് സൈറ്റ്, പ്രൊമോട്ടർ സീക്വൻസ് സ്റ്റാർട്ടിംഗ് സൈറ്റ് ആണ് നമ്മുടെ ഒരു ഡാറ്റാ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനീസിയേഷൻ ഓഫ് ദി ട്രാൻസ്ക്രിപ്ഷൻ ആണ് ഈ ഒരു ഡാറ്റാ ബോക്സ് അവിടെ അതിന്റെ മെയിൻ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അതിന്റെ ആ ഒരു ഫംഗ്ഷൻ ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, what is the method of developing awareness among the public regarding their health through campaigns, advertisement and other media? A. disease prevention. B. health protection. C. health education. D. health promotion. അപ്പൊ നമുക്ക് ക്യാമ്പയിൻസ്, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് അവയർനെസ്, പബ്ലിക്കിലേക്ക് അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്നത് ഹെൽത്ത് പ്രൊമോഷൻ ആണ്. നമുക്ക് ഈ പബ്ലിക് അവയർനെസ്, ഈ ക്യാമ്പയിൻസ്, അഡ്വർടൈസ്മെന്റ് വഴിയൊക്കെ നമുക്ക് പബ്ലിക്കിലേക്ക് ഓരോ അവയർനെസ് ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ആ ഒരു മെത്തേഡാണ് ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്യാമ്പയിൻസ്, അഡ്വർടൈസ്മെന്റ്, അതേപോലെ തന്നെ മീഡിയ, പിന്നെ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഒക്കെ വഴി നമുക്ക് പബ്ലിക്കിന്റെ ഹെൽത്ത് ബിഹേവിയേഴ്സ് കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ഈ ഒരു ഹെൽത്ത് പ്രൊമോഷൻ വഴി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള റീസെന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ കോച്ചിങ്ങിൽ അവൈലബിൾ ആണ്. അപ്പൊ അക്കാഡമി. ഓക്കെ, താങ്ക് യു.